മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ പ്രതാപനാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളാണെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ആ ലക്ഷ്മിയും കണ്ണനും കൂടെ എൻ്റെ മോളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുകയാണ്, എനിക്ക് നിന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല വാമേട്ട, എൻ്റെ മോളെ ഞാനൊരു റാണിയായിട്ട് വാഴിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടിട്ട് ഇപ്പോൾ അവളുടെ ദാസിയായിട്ടാണ് എൻ്റെ മോൾ ജീവിക്കുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. 2 കൊലപാതകങ്ങളും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണെന്നെല്ലാം വാമദേവനോടായിട്ട് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ വിശ്വനാഥനാണ് ഈ കാണുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും അവന് എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഇപ്പോൾ ഏതായാലും അവൻ എൻ്റെ കൂടെയില്ല, ഞാൻ അവൻ്റെ കൂടെ പോകാൻ തയ്യാറാണെന്നെല്ലാം പറയുകയാണ് പ്രതാപൻ. ആ കണ്ണൻ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനാണെങ്കിൽ നടക്കുന്നതായിട്ട് കണ്ടതായിട്ട് വേറൊരാളെൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വാമദേവനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടി വിറക്കുകയാണ്. നീ എന്താണ് പറയുന്ന പ്രതാപ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൻ ഒരിക്കലും നടക്കാൻ കഴിയില്ലാത്തതാണല്ലോ എന്ന് പറയുമ്പോൾ എനിക്കെല്ലാത്തിലും സംശയമുണ്ട് വാമേട്ട എന്ന് പറയുന്നു. എന്താണെങ്കിലും ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ലക്ഷ്മി ഇനി ജീവിതത്തിൽ ഒരിക്കലും കണ്ണൻ്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു വാമേട്ട എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ശരിയാണ്, നീ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോഴേക്കും ഒരു മാവ് കണ്ടുപിടിച്ചു വാമേട്ട എന്ന് പറയുകയാണ്. അവളെ ദഹിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ടെന്നെല്ലാം പ്രതാപം കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് മോഹിനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് മഹിയും കണ്ണനും അങ്ങോട്ട് വരികയാണ്. ഇത് കാണുമ്പോൾ മോഹിനിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവരെ കാണുന്നത് മോഹിനിയാണെങ്കിൽ ഓടി വരുന്നുണ്ട് അവരുടെ അടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, ധാരയ്ക്കാണ് ഈ വരുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരെ സ്വീകരിക്കുന്നു. കണ്ണനെയും മഹിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ മോഹിനിയാണെങ്കിൽ അകത്തോട്ട് വിളിക്കുന്നു. അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും ഇവരെ കാണുന്നത് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ കലി കൊള്ളുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്നാലും വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി എടി ചെയ്തത്, നീ എൻ്റെ മോളെ അടുക്കളക്കാരിയാക്കിയിട്ട് നീ ഇങ്ങനെ നടന്ന് സൂയിക്കുകയാണല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയോടായിട്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ ഒരു നല്ല കുടുംബിനിയാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ നീ കുടുംബിനിയൊന്നും ആക്കണ്ട, അവളെ ഒരു കുടത്തിൽ കയറ്റിയിട്ട് അങ്ങോട്ട് കടലിലോട്ട് ഒഴിക്കാൽ പോരായിരുന്നു, ഇതിലും ഭേദം അതായിരുന്നു എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ചെയ്ത ക്രൂരതയ്ക്ക് ഇതിൻ്റെ അപ്പുറം ഒരു ശിക്ഷ അവൾക്ക് കൊടുക്കാനില്ല എന്ന് പറയുന്നു. എൻ്റെ അച്ഛനെ കൊന്ന ദുഷ്ടനാണ് നിങ്ങളുടെ മകൻ, അതുകൊണ്ട് അയാൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അയാളുടെ മകളിലൂടെ തന്നെ അയാളും നിങ്ങളും അനുഭവിക്കണം, അവൾക്ക് നൊന്താൽ മാത്രമേ നിങ്ങൾക്കും നോവുള്ളൂ എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. പിന്നീട് മഹി പറയുന്നുണ്ട്, അവളെ ഞങ്ങൾ കഷ്ടപ്പെടുത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അവളൊരു നല്ല കുടുംബിനിയായിട്ട് മാറാനായിട്ട് നിങ്ങളൊന്നും ഒരിക്കലും കൂടെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് ഒരു വീട് നോക്കി പോകാനുള്ള ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടിയും കൂടിയാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നതെന്നെല്ലാം മഹി പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ കണ്ണനെ ആ വീഡിയോ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണനാണെങ്കിൽ കരുണ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ വീഡിയോയിൽ കൂടെ തന്നെ കാണുന്നു. ഇത് നിങ്ങൾക്ക് ആരാണ് അയച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മുത്തശ്ശിയാണെങ്കിൽ ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. എൻ്റെ രണ്ടാനമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലേ, അവരയച്ചു തന്നില്ലായിരുന്നെങ്കിലും ഞാൻ തന്നെ നിങ്ങൾക്കിതെല്ലാം അയച്ചു തരുമായിരുന്നു എല്ലാം പറയുകയാണ്. പ്രതാപനാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, ഞാനല്ലേ കൈപിടിച്ച് കൊടുത്തത് അവളെ, അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവളെ ഞാൻ തീർക്കുമെന്നെല്ലാം പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇതൊക്കെ കുറേ നാളുകളായിട്ട് പറയാൻ തുടങ്ങിയതാണ്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും അവളുടെ അമ്മയുടെ പിറന്നാളാണ്, അതുകൊണ്ട് അവൾ അവിടെ വരാതിരിക്കില്ല, അങ്ങനെയെങ്കിൽ അവളുടെ കഥ ഞാൻ ഇന്ന് കഴിക്കുമെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതിയെന്നെല്ലാം പറയുന്നു. പിന്നീട് അവളും അവളുടെ കുഞ്ഞും ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് ഒട്ടും സാധിക്കില്ല അച്ഛാ, അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണമെന്നെല്ലാം കരുണ പറയുന്നു. പിന്നീട് കരുണാലയത്തിലെത്തുന്ന പ്രതാപനാണെങ്കിൽ മഹിയെ കാണുന്നത് വളരെ ദേഷ്യത്തോട് തന്നെ നോക്കുകയാണ്. എന്നിട്ട് മഹിയുടെ അടുത്ത് ചെന്നിട്ട് മഹിയുടെ കഴുത്തിന് കയറി പിടിക്കുന്നു. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ മോഹിനിയാണെങ്കിൽ, അയ്യോ ഒന്ന് എൻ്റെ മോളെ ഒന്നും ചെയ്യില്ലേ പ്രതാപേട്ട എന്ന് പറഞ്ഞുകൊണ്ട് വളരെ താഴ്മയായിട്ട് തന്നെ ഭയത്തോടു കൂടി തന്നെ കരയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന കണ്ണനാണെങ്കിൽ അവളെ ഒന്നും ചെയ്യരുതെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രതാപനാണെങ്കിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. അങ്ങനെ മഹിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് മഹിയാണെങ്കിൽ അവിടെ നിന്നും കുതറി ഓടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ പ്രതാപനാണെങ്കിൽ കയ്യിൽ കരുതി വെച്ചിട്ടുള്ള കത്തിയെടുത്ത് മഹിയെ കുത്താനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് മഹിയാണെങ്കിൽ അവിടെ നിന്നും പ്രതാപൻ്റെ അടുത്ത് നിന്നും കുതിര ഓടുകയാണ്. മോഹിനിയാണെങ്കിൽ പ്രതാപേട്ട അവളെ ഒന്നും ചെയ്യല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്നു. അതേസമയം മഹിയുടെ പിറകെ തന്നെ ഓടുകയാണ് നമ്മുടെ പ്രതാപൻ. അങ്ങനെ മഹിയെ ഓടിച്ചിട്ട് കുത്താനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഡ്രൈവറാണെങ്കിൽ തടയാൻ ശ്രമിക്കുമ്പോഴും ഡ്രൈവറെയും തള്ളിയിട്ടുകൊണ്ട് തന്നെ മഹിയെ കുത്തിക്കൊല്ലാനായിട്ട് പ്രതാപൻ പിറകെ തന്നെ പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മഹിയുടെ കഴുത്തിന് പിടിച്ചിട്ട് പ്രതാപൻ കുത്താൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ കണ്ണനാണെങ്കിൽ പ്രതാപനെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഇടിയിൽ തന്നെ പ്രതാപൻ തെറിച്ച് വേറൊരു സ്ഥലത്ത് പോയി വീഴുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അവിടെ എല്ലാവരും തന്നെ അറിയുന്നു.
മഹിയാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് തന്നെ വളരെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നു. അങ്ങനെ തന്നെ ഇടിച്ചിട്ടത് കണ്ണനാണെന്നുള്ള സത്യം പ്രതാപനാണെങ്കിൽ തിരിച്ചറിയാണ്. അങ്ങനെ കണ്ണൻ നടക്കുന്നുണ്ടെന്നുള്ള സത്യവും പ്രതാപൻ ആ നിമിഷം തന്നെ മനസ്സിലാക്കുന്നു. കലിപൂണ്ട കണ്ണനാണെങ്കിൽ പ്രതാപനെ കുത്തിക്കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ അവിടെ നടന്നത് വല്ലാത്തൊരു ഫൈറ്റ് തന്നെയാണ്. കണ്ണനാണെങ്കിൽ കളരിയെല്ലാം പഠിച്ചിട്ടുള്ളത് കൊണ്ട് പ്രതാപനെ നല്ല രീതിക്ക് തന്നെ മർദ്ദിക്കുകയാണ്. അങ്ങനെ പ്രതാപനെ കൊല്ലരുതേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് മഹിയും മോഹിനിയും ആകെ വല്ലാത്ത ഭയത്തിൽ തന്നെ നിൽക്കുന്നു. പ്രതാപനെ അങ്ങനെ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തുകയാണ് കണ്ണൻ. അങ്ങനെ പ്രതാപനെ കുത്തി കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന കണ്ണനെ എല്ലാവരും കൂടി തടയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ കണ്ണൻ്റെ കാലിൽ വീഴ് കരയാണ്. അയ്യോ എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ കണ്ണ, എൻ്റെ മോനെ വെറുതെ വിടണം, അവനൊരു അബദ്ധം പറ്റിയതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ നിലവിളിക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.